എടാ, ഞാനൊരു പാലക്കാട്ടുകാരനാണ്. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ഇതിൽ നിന്ന് എനിക്ക് കുറേ മറ്റേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ കുറേ പേരുടെ പ്രാക്കും കുറേ പേരുടെ മറ്റേ താഴ്ത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് പറയും, ഈ ഇങ്ങനെ ഡെയിലി ഫോൺ നോക്കിയിരുന്നിട്ട് ഡെയിലി ഒന്ന് എനിക്ക് പൈസ കിട്ടുമോ ഇതിന്ന് എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ചെയ്തിട്ട് വല്ല ഉപകാരം ഉണ്ടാകും? ഇങ്ങനെ ഫോൺ നോക്കി ഇരുന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഈ റെയിൽ കൊടുത്ത് ഫോൺ നോക്കി ഇരുന്നിട്ട് എന്താ കാര്യം? പുറത്ത് പോയി 4 പൈസ സമ്പാദിക്കാണ്ട് ഇങ്ങനെ ഇത് നോക്കിയിരുന്ന ഒരു ഉപകാരമില്ല, ഒരു കാര്യമില്ല എന്നൊക്കെ പറയും. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോ ചിലവർക്കൊക്കെ ഒരു കണ്ണുകടി, നമ്മളെ രക്ഷപ്പെടുങ്ങാനും ചിലപ്പോ രക്ഷപ്പെട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണുകടി. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരും ഉണ്ട് കേട്ടോ, അതില്ല എന്ന് പറയുന്നില്ല, അതുണ്ട്. അത് കുറെ പേരുണ്ട്. അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ. ആ കുറെ പേരുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യണവര്. നാട്ടുകാരായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും സപ്പോർട്ട് ചെയ്യണവര്, ഏട്ടന്മാരൊക്കെ ആയാലും സപ്പോർട്ട് ചെയ്യണവര് കുറെ പേരുണ്ട്. അതിനെന്താ? പക്ഷെ ചിലവർക്ക് ഒരു കണ്ണുകടിയാണ്, കണ്ണുകടി. അപ്പോ അവർക്കത് ഇഷ്ടമല്ല. നമ്മളെന്തോ നന്നാവണത് ഇഷ്ടമല്ല തോന്നുന്നു. ചിലപ്പോ അവരിന്റെ സൈഡ് നോക്കുമ്പോ നമ്മൾ ഇങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ വീട്ടിൽ ഫുഡ് അടിച്ചിരിക്കുന്നു എന്നൊക്കെയായിരിക്കും അവരുടെ വിചാരം. പക്ഷെ നമ്മളെന്തായാലും ഒരു നാൾ സക്സസ് ആവും. കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതുകൊണ്ട് ഒരു നാൾ എന്തായാലും ഉറപ്പായിട്ട് സക്സസ് ആവും. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോ ഇപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഫോണില്ല, മൈക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാണ്ടിരിക്കണ്ട. എല്ലാരും തുടങ്ങും. പലരും പലതും പറയും. അപ്പൊ അതൊന്നും കേക്കണ്ട. അപ്പൊ എല്ലാരും തുടങ്ങുക. ഫസ്റ്റൊക്കെ എല്ലാരും പറയും, മോശം ഇതെല്ലാം പറയും, കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട, തുടങ്ങുക. അപ്പൊ അത്രേ പറയാനുള്ളൂ. ശരി.